ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ICICI ബാങ്കിന്റെ അസ്പയർ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രെയിനിങ് തന്നിട്ട് നിങ്ങൾക്ക് 2-3 മാസം ബാങ്ക് അവരുടെ ഒരു ഒഫീഷ്യൽ ട്രെയിനിങ് തന്നിട്ട് നിങ്ങൾക്ക് ആ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ആൾ ഓവർ ഇന്ത്യയിൽ എവിടാണോ നിങ്ങൾ എവിടുന്ന് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സിറ്റിയിൽ കിട്ടാൻ ആ സാധ്യത. അതിനെപ്പറ്റി ഞാൻ അത്ര കൺഫേം അല്ല. അപ്പം നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ഏതെങ്കിലും ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഗ്രാജുവേറ്റിന് താഴെയുള്ളവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഗ്രാജുവേറ്റിന് മേലോട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം ഫീസും ഇല്ല. അത് കണക്ക് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ താഴെ കാണിക്കാം. സെലക്ഷൻ പ്രോസസ് എന്താണെന്ന്. സെലക്ഷൻ പ്രോസസ് ഇവിടെ പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, ICICI ബാങ്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓഫ് ICICI ബാങ്ക് എന്ന് അവിടെ എഴുതുമ്പോഴത്തേക്ക് അവരതിന് ഉത്തരം തരും. അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പം ഒരുപാട് പേര് ICICI ബാങ്കിന്റെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ CV നല്ലത്, CVയിലാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇരിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയും, നിങ്ങൾ CV നല്ല കണക്ക് അപ്ഡേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അത് കണക്ക് തന്നെ അതിനകത്ത് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ CV അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. CV നോക്കിയുമ്പോൾ നിങ്ങളുടെ CV അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അത്രയും ഞാൻ പറയുന്നുള്ളൂ, CV അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ നിങ്ങളെ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ മെയിൽ ചെയ്യും. ആ മെയിൽ നിങ്ങൾ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവിടെ പറയുന്നത്, വൺസ് ദ ആപ്ലിക്കന്റ് ആർ ഷോർട്ട് ലിസ്റ്റഡ്, നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അണ്ടർഗോ ആൻ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം. ഇറ്റ് കംപ്രൈസ് 5 സെക്ഷൻ. ഇതിനകത്ത് 5 സെക്ഷൻ ഉണ്ട്. വെർബൽ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, എബിലിറ്റി ഉണ്ട്, ജനറൽ ഉണ്ട്, അവയർനെസ് ഉണ്ട്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ഇത് വരുന്നത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ CV സെലക്ഷനായി നിങ്ങളെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. ആപ്ലിക്കന്റ് ഹു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഷാൽ ബി ഇൻവൈറ്റഡ് ഫോർ ദ ഇൻ പേഴ്സൺ ഇന്റർവ്യൂ. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ ദ ഇന്റർവ്യൂ വിൽ ബി ഷെയർഡ് ഓൺ യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID. അപ്പൊ ഇന്റർവ്യൂവിനെ പറ്റിയുള്ള കാര്യം, ഇന്റർവ്യൂവിനെ പറ്റി നിങ്ങൾ വറീഡ് ആകേണ്ട. ഇന്റർവ്യൂവിന് എന്തൊക്കെല്ലാം പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ നിങ്ങളെ ഇമെയിലിൽ അതിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഗ്രാജുവേറ്റ് ഒന്നുമല്ല, ഞാൻ അധികം പഠിച്ചിട്ടുമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി ആർക്കെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി അറിയത്തില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണം. ഇത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക്, ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, വേറെ ആരെങ്കിലും മലയാളത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ അത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി പഠിക്കാൻ പറ്റും. അസ്പയർ പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക്, ഇതിന്റെ ഏജ് എന്തായിരിക്കണം, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. അപ്പം അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണം
ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഇത് കണക്കുള്ള ഞാൻ എന്നും വീഡിയോ ഇടുന്നുണ്ട്. ഡെയിലി ഞാൻ സൺഡേ ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും 11 മണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണക്കുള്ള പുതിയ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. കാറ്റഗറി എന്ന് പറഞ്ഞാൽ ICICI ബാങ്ക് അസ്പറി പ്രോഗ്രാമാണ്. ജോബ് ലെവൽ എൻട്രി ലെവൽ മാനേജറുടെ ജോബാണ്. ജോബ് ടൈപ്പ് ഫുൾ ടൈം ആണ്. എക്സ്പീരിയൻസ് ഒരു വർഷത്തെ 0-2, അതായത് 0-2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങൾ ഫ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. 0-1 ഇയർ പറയുന്ന ലൊക്കേഷൻ ആൾ ഇന്ത്യയുടെ ലൊക്കേഷനാണ്. ഈ 4 കാര്യം ഇവിടെ പറഞ്ഞ് ഇനി ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഇവര്. എബൌട്ട് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാം അതായത് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ട് 2-3 മാസം ട്രെയിനിങ് തന്നിട്ട് ബാങ്ക് അവരുടെ ഏത് ജോബ് അതിനെപ്പറ്റി ട്രെയിനിങ് തന്നിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു ജോബാണ്. അപ്പൊ ഇതിനെപ്പറ്റി ICICI ബാങ്ക് പ്രോഗ്രാം നേച്ചർ യങ് പ്രൊഫഷണൽ വിത്ത് സേവാ ഭാവ് വാല്യൂ ഓഫ് എബിലിറ്റി അഡാപ്റ്റബിലിറ്റി ആൻഡ് GL to learn focused on relationship management. It emphasizes empathy, professionalism, and providing banking solution to customers. The program includes residential training തരും, followed by national placement, relationship management. അതായത് ഈ ജോബിന്റെ യഥാർത്ഥ പേര് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണെന്നാണ്. അപ്പൊ റിലേഷൻഷിപ്പ് മാനേജർ ആണ് ഇതിന്റെ ജോബിന്റെ പേര്. അങ്ങനെ നേഷൻ വൈസ് ആൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾ അവരുടെ ബാങ്കിന്റെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് അവര് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങളുടെ വീടിന് അടുത്തുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പം വേറെ സ്ഥലത്തായിരിക്കും. പക്ഷെ നിങ്ങൾ വറീഡ് ആകണ്ട. നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ബാങ്കിലായിരിക്കും. ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബാങ്കിലെ കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കല്, തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യണം. Selected applicant shall be placed in any location based on the requirement of the bank and will undergo a rigorous training by ICICI Bank. നിങ്ങൾ സെലക്ട് ആകുന്നവരെ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് അവർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളതായിരിക്കും. അപ്പൊ ഇനി പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാ. ഇവിടെ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആദ്യം പറയുന്ന എഡ്യൂക്കേഷൻ ആണ്. ഗ്രാജുവേഷൻ ഓർ എഞ്ചിനീയറിംഗ് ഫ്രം എനി സ്ട്രീം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ MBA പ്രഷർ മേ ആൾസോ അപ്ലൈ. അതായത് ഗ്രാജുവേഷനോ BTech പാസ്സായവർക്കോ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കോ തീർച്ചയായിട്ടും ഇതിനകത്ത് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റിന് 0 തൊട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. അതുകൂടാതെ MBA പാസ്സായവർ അല്ലെങ്കിൽ എഞ്ചിനീയർ പാസ്സായവർക്ക് പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ക്വാളിഫയിങ് മാർക്ക് മിനിമം വിത്ത് 60% ഇൻ 10th ആൻഡ് ഗ്രാജുവേഷൻ. നിങ്ങളുടെ 10ാം ക്ലാസ്സിലും ഗ്രാജുവേഷൻ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഒരു ഗ്രാജുവേഷൻ പാസ്സാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിൽ 60% കുറഞ്ഞ മാർക്ക് തീർച്ചയായിട്ടും ഉള്ള ഒരാളായിരിക്കും മിക്കപ്പോഴും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. ഏജിനെ പറ്റി പറയുന്നത് ബിലോ 25 ഇയേഴ്സ് ആസ് ഓൺ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് 25 വയസ്സിൽ കൂടാൻ പാടില്ല. റോൾ ആൻഡ് ലൊക്കേഷൻ ആപ്ലിക്കന്റ് ഷുഡ് ബി ലൊക്കേഷനിൽ മൊബൈൽ ആൻഡ് ബില്ലിംഗ് ടു ഡു സെയിൽസ്. നിങ്ങൾ മൊബൈലിലൂടെ അല്ലാതെ നിങ്ങൾ ഇത് ബില്ലിംഗ് ടു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് വരുന്നത്. എക്സ്പീരിയൻസ് ലെസ് ദാൻ 1 ഇയർ ഇവിടെ പറയുന്നുണ്ട്. വീണ്ടും പറഞ്ഞവര് എക്സ്പീരിയൻസ് ലെസ് ദാൻ 1 ഇയർ. പ്രോഗ്രാം ഡ്യൂറേഷൻ 2 month ക്ലാസ് റൂം ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. ഇനി ഇതിന്റെ എന്തെല്ലാം നമുക്ക് ഇത് കിട്ടും, നമ്മുടെ ബെനിഫിറ്റ് എന്താണ്, റെമ്യൂണറേഷൻ എന്താണ്, സ്റ്റൈഫൻഡ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം. എന്തൊക്കെ സ്റ്റൈഫൻഡ് എത്ര കിട്ടും? 18,000 രൂപ. എ സ്റ്റൈഫൻഡ് ഓഫ് 18,000 പെർ മന്ത് വിൽ ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നടക്കുമ്പോൾ, ഈ ട്രെയിനിങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് 18,000 രൂപ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനും, ഇന്ത്യയിൽ എവിടെയായിരിക്കും നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ 2 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യും.
ഇനി ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് 18,000 രൂപ സ്റ്റൈഫൻഡ് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 4.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ നിങ്ങൾക്ക് ഇത് ശമ്പളം കിട്ടും. ഇനി സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുകൂടാതെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ ചില സംശയങ്ങൾ വരാം ഇതിനെപ്പറ്റി. അപ്പൊ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്കുള്ള സംശയങ്ങളും അവരുടെ വെബ്സൈറ്റിൽ തന്നെ ICICI ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്, അവിടെ അവർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അസ്പെയർസ് പ്രോഗ്രാം? ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ഇത് ആപ്ലിക്കന്റ് ബിലോ 25 ഇയേഴ്സ്, നിങ്ങൾ 25 വയസ്സിനോ 25-ലോ താഴെ ആയിരിക്കും, 25 വയസ്സ് താഴെയുള്ളവരായിരിക്കണം. ഹു ഹാവ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഓർ എഞ്ചിനീയറിംഗ്, എനി ഡിസിപ്ലിൻ വിത്ത് 60% ഇൻ 10th ആൻഡ് ഗ്രാജുവേഷൻ ക്യാൻ അപ്ലൈ. അതായത് ഗ്രാജുവേഷന് 10th 60% കിട്ടിയവർക്ക് ഇതിനകത്ത് 25 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. 25 വയസ്സിനോ. ഇനി അടുത്ത ഒരു ചോദിക്കുന്നത്, ഐ ഹാവ് കംപ്ലീറ്റഡ് ദ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, വെൻ ഐ ക്യാൻ എക്സ്പെക്ട് ദ ടെസ്റ്റ് റിസൾട്ട്? അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ടെസ്റ്റ് റിസൾട്ട് എന്നായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇൻ കേസ് യു ആർ ഷോർട്ട് ലിസ്റ്റഡ് യു വിൽ ബി ഇൻഫോംഡ് അബൌട്ട് ഫൗദർ. അതായത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കും. ആ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് വരും. ബാക്കി ആഫ്റ്റർ അപ്ലൈങ് ഫോർ ദ അസ്പെയർസ് പ്രോഗ്രാം വെൻ ഐ വിൽ ഗെറ്റ് ദ നോ അബൌട്ട് മൈ കാൻഡിഡേച്ചർ. അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. എല്ലാം വായിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഇവിടെ സമയമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വരുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളായിരിക്കും. അപ്പൊ ഇവിടെ തന്നെ നോക്കി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി അപ്ലൈ എങ്ങനെയാ ചെയ്യുന്നെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ നൗ എന്നുള്ള ഇത് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ട്, അതിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇവിടെ ഈ ടിക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് OTP നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതിന്റെ OTP വരാൻ അല്പം സമയമെടുക്കും. എനിക്ക് OTP വന്ന് ഞാൻ OTP എഴുതുകയാണ്. OTP വന്ന് 33455 33455. ഇവിടെ ഞാൻ വെരിഫൈ ചെയ്ത്, അപ്പൊ ഈ ഒരു പേജിലേക്ക് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം എഴുതണം, ഇവിടെ ലാസ്റ്റ് നെയിം എഴുതണം, ഇവിടെ പാസ്വേഡ് കൊടുക്കണം, വീണ്ടും റീ എൻ്റർ പാസ്വേഡ് കൊടുക്കണം. അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് രജിസ്ട്രേഷനേ ആയുള്ളൂ. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്ക് കടന്ന വീഡിയോ ഒരുപാട് നീളും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അതിന്റെ എങ്ങനെയാ ചെയ്യുന്നെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് 2 മാസത്തെ ട്രെയിനിങ് തന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നു ICICI ബാങ്ക്. അപ്പൊ ഇതാരും മിസ്സാക്കരുത്. പ്രത്യേകിച്ച് ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഒരു പൈസയും അവർ ചോദിക്കുന്നില്ല, ഒരു എക്സാമും ഇല്ല. നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂവും കഴിഞ്ഞാൽ നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.